Swami Vivekananda once said, "Take risks in your life. If you win, you can lead. If you fail, you can guide." സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് നയിക്കാനാകും. നിങ്ങൾ തോറ്റാൽ ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കും. This is a dream project for me and our group in this beautiful capital city of Thiruvananthapuram. Kerala is my home state and it is my duty and responsibility to invest in my home state first then in any other states in India. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ വി ഡി സതീശൻ അവരെ ക്ഷണിക്കുന്നു. ഇതൊരു മഹാവിസ്മയമാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഈ വിസ്മയം തീർത്ത ബഹുമാന്യനായ CMA യൂസഫ് അലിയെയും അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിക്ഷേപങ്ങൾ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് അതിൻ്റെ തലസ്ഥാനത്ത് 2000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ വന്നിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് തൊഴിൽ സാധ്യതകളും ബിസിനസ് സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിനെ, നമ്മുടെ വിപണിയെ ശക്തിപ്പെടുത്തി എല്ലാ സാധാരണക്കാരുടെയും കൈകളിലേക്ക് പണം എത്തണമെങ്കിൽ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ഉണ്ടാകണം. എൻ്റെ കയ്യിൽ നിന്നും രണ്ടാമൻ്റെ കയ്യിലേക്കും രണ്ടാമൻ്റെ കയ്യിൽ നിന്നും മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് കറൻസി. ആ പണം റൊട്ടേഷനിലാകുമ്പോൾ മാത്രമാണ് അതൊരു മാജിക്കായിട്ട് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ലുലു ഗ്രൂപ്പിൻ്റെ നിരവധിയായ സംരംഭങ്ങൾ നമ്മൾ അഭിമാനത്തോടെയാണ് ശ്രീ യൂസഫ് അലിയെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും എല്ലാ മലയാളികളും കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളിയുടെ അഭിമാനമായി അദ്ദേഹം ഓരോ പുതിയ സ്ഥാപനങ്ങളും തുറക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്നത് 28,000-ത്തിലധികം വരുന്ന മലയാളി കുടുംബങ്ങളുടെ താങ്ങായി തണലായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹമുള്ള, കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹം. എല്ലാവരുമായും വ്യക്തിപരമായ നല്ല ബന്ധങ്ങൾ പുലർത്തുമ്പോഴും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഓരോ ചവിട്ടുപടികൾ കയറുമ്പോഴും വിനയാന്വിതനായി മാറി നമുക്കെല്ലാം മാതൃകയായി മാറുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകമായി വിശേഷിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനിയും ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത്, കൊച്ചു കേരളത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പാവങ്ങളുമുള്ള ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പിന് ഇനിയും കോടാനുകോടി രൂപയുടെ സംരംഭങ്ങൾ ഈ നാട്ടിൽ ഇനിയും കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. Thank you very much, sir. Now, when this world-class facility is being opened to the public as a New Year gift, our joy is boundless to welcome the Honorable Chief Minister once again to do the honors. Sir, may we have the privilege of welcoming you to inaugurate Lulu Mall, Thiruvananthapuram and deliver the inaugural address. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും മനസ്സിലുള്ള ചില പേരുകളുണ്ടാവും. അതിലൊന്നായി മാറാൻ ശ്രീ യൂസഫ് അലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ പലതിലും വരുന്നു. അപ്പോഴെല്ലാം ഈ ദ്രോഹ മനസ്ഥിതിയോടെ നടക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ചില പുതിയ വിദ്യകളാണ് സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായി പല പരാതികളയക്കുക. പരാതികൾ ആദ്യം അയക്കുക ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പഞ്ചായത്ത് വരെ ഏതെല്ലാം അധികൃത സ്ഥാനമുണ്ടോ അവിടങ്ങളിലേക്കെല്ലാം പരാതി പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള
പ്രയാസങ്ങൾ സൃഷ്ടിക്കലാണ് ഉദ്ദേശം. ചുരുക്കത്തിലൊന്നേ അവരുദ്ദേശിക്കുന്നുള്ളൂ. ആരാണോ ഈ സ്ഥാപനം നടത്തുന്നത്, ആ സ്ഥാപനം ആരംഭിക്കുന്ന ആൾ ഇയാളെ, ഈ പരാതി അയക്കുന്നയാളെ കണ്ട് കാര്യങ്ങൾ തീർക്കണം, അവരുടേതായ രീതിയിൽ തീർക്കണം. അതിനുവേണ്ടി ഉള്ള വിദ്യകളാണ് കാണിക്കുന്നത്. ഇത് നാടിന് തന്നെ വലിയ ശാപമായി മാറുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം ആളുകളെ നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പൊതു താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് പറയുക. എന്നാൽ നാടിനെതിരാണ്, നാടിൻ്റെ വികസനത്തിനെതിരാണ്. കഴിയാവുന്നത്ര ഇത്തരം സംരംഭങ്ങൾക്ക് എങ്ങനെ ഉടക്കുവെക്കാൻ പറ്റുമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള സംരംഭകർ പലരും നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ നാളത്തെ തലമുറ ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിൽ, അതിനുള്ള സൗകര്യം നല്ലതുപോലെ ഒരുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൂടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജ്ഞാനസമൂഹം വാർത്തെടുക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരം സംരംഭങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന നില നാട് തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് കൂടുതൽ വികസിക്കണം. കോഴിക്കോടും കോട്ടയത്തും പുതിയ മോളുകൾ വരുന്ന കാര്യം ശ്രീ യൂസഫ് അലി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു അനൗദ്യോഗിക അംബാസഡർ എന്ന നിലക്ക് പല കാര്യത്തിലും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സൗഹൃദ ബന്ധമുള്ള, നല്ല ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഭരണാധികാരികളുമായും രാജ്യങ്ങളുമായും കേരളത്തിന് വേണ്ടി വാദിക്കുന്നതിനും കേരളത്തിന് പിന്തുണ നൽകുന്നതിനും ശ്രീ യൂസഫ് അലിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ കേരളത്തിൻ്റെയും കേരളീയരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ്. അതിൻ്റെ കൂടെ നല്ലൊരു പങ്ക് ജീവകാരുണ്യത്തിനും ജനസേവനത്തിനും നീക്കിവെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് ശ്രീ യൂസഫ് അലി എന്നത് നാട് പൊതുവിൽ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടത്തിലും അതിലെല്ലാം നല്ല സഹായഹസ്തവുമായി അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. ലുലുവിൻ്റെ നായകത്വം വഹിക്കുന്ന ശ്രീ യൂസഫ് അലിയിൽ നിന്ന് ഇനിയും ഇതുപോലുള്ള ഒട്ടേറെ സംഭാവനകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലുലു മോൾ തിരുവനന്തപുരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. We are truly humbled by the presence of His Excellency Dr. Thani Ahmad Al-Ziyudi, the Honorable Minister for Foreign Trade UAE. Sir, may I have the privilege of inviting you to deliver address. Dear Honorable Chief Minister, dear brother and friend Yusuf Ali, Excellencies, distinguished guests, ladies and gentlemen, Assalamu alaikum wa rahmatullahi wa barakatuh. Good afternoon and namaskar. It's indeed a pleasure to be here today with you all. This occasion marks the latest milestone in the ever-deepening cultural and commercial ties between the United Arab Emirates and India. Despite a challenging year, UAE-India ties have shown tremendous resilience.
Our partnerships has only strengthened since the pandemic. The embedding of this project today, the presence of everyone here, the success of LuLu Group are all testimonies to this. India is one of our most important global partners. Our friendships is built on decades of close collaboration, as such back through centuries of trade when merchants and travelers in our ports, markets and souks bartered and exchanged essential goods. India's contribution to our development is one we value greatly. Today's 3.4 million Indians call the UAE home. There are also more than 4,000 Indian companies who have registered thousands of trademarks in the UAE. It is essential. It is estimated that Kerala's account for 1/3 of the total Indian diaspora in the UAE. We are indeed thankful to the states and the people of Kerala for their contributions. Many Indians, entrepreneurs, investors and innovators, as well as business people, continue to contribute to our growth, but few have had the impact of Mr. Yusuf Ali. After opening his first store in the UAE in the 90s, LuLu Group is now a global player, employing over 50,000 people in 22 countries. Mr. Ali's contribution to our private sector over the last 3 decades has been significant. We're delighted when he agreed to become the first recipient of the UAE Golden Visa in 2019. LuLu Group is one of the UAE's great commercial success stories and testament to our business-friendly ecosystem. I hope Mr. Ali's enterprising journey serves as an inspiration to Indian and Emiratis entrepreneurs everywhere. In the hope of enabling a new generation of talents, we're enhancing the UAE business environments by adopting bold economic and social reforms. Our non-oil bilateral trade has grown significantly from 180 million in 1970 to nearly $43 billion today. Building upon the success, we are aiming to conclude comprehensive economic partnership agreement between the UAE and India very soon, inshallah. It's a firm belief that such an agreement, once formalized, will take our relations to a whole new level. There is no doubt the UAE is also an important investment partner to India. We have made considerable investments in India's infrastructure and private sector. The UAE has about $18 billion worth of cumulative investments in India, including the $11 billion in form of FDI equity flows. I take this opportunity again to once again congratulate LuLu Group and Mr. Yusuf Ali for ending the year on this bright note and offering residents a new shopping experience. As we strengthen the foundation of sustainable economic growth for the next 50 years, our doors remain wide open for anyone embedding the entrepreneurship spirit of Mr. Yusuf Ali. Again, it's really a pleasure to be here, and thank you so much for the invitation. Thank you, sir. We are truly elated. After the speech of my minister and him going into the details of the bilateral relationship between the United Arab Emirates and India, and specifically the bilaterals between the UAE and the state of Kerala, I only can say congratulations to my friend and my brother, Mr. Yusuf Ali, chairman of LuLu Group, for his vision and for his investments and support into the economies of different countries, including the United Arab Emirates and India. I also congratulate the Honorable Chief Minister of the state of Kerala for their vision and for their support in terms of attracting investment into the state of Kerala. And I extend my hands of friendship and cooperation to strengthen the bilateral overall between the United Arab Emirates and Republic of India, and specifically between the United Arab Emirates and the state of Kerala. Thank you very much. Thank you, sir. Shri V. Muralidharan, the Honorable Minister of State for External Affairs and Parliamentary Affairs, Government of India, could not make it to this function. However, he has sent his message on this big day. Let's now listen to him. ലുലു മോൾ തിരുവനന്തപുരത്ത്
ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കഴക്കൂട്ടത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറ്റ് മലയാളികളെ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ ചടങ്ങിനും അതിന് നേതൃത്വം നൽകുന്ന ഇത്തരത്തിലുള്ള ഒരു സംരംഭം ത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ യൂസഫ് അലിക്കും ഞാൻ ആശംസകൾ നേരുന്നു. ശ്രീ MA യൂസഫ് അലിയെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് മലയാളികളോട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ, ആ സംഭാവനകളെല്ലാം തന്നെ വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹത്തിന് സർവേശ്വരന്റെ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ അനിഷേധ്യ സാന്നിധ്യം, ഓരോ മലയാളിയുടെയും അഭിമാനം, പത്മശ്രീ മമ്മൂട്ടി അവർകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പ്രസംഗിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റിൽ ഞാനില്ല. ഞാൻ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ ഒരു ലേശം പേടിയുണ്ട്. അടുത്ത കാലത്ത് വന്നപ്പോൾ ഒരു പനിയും കേൾക്കാൻ അത്ര സൗന്ദര്യമില്ലാത്ത ശബ്ദമുള്ള ഒരു ചുമയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരു അല്പം ഭയത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. യൂസഫ് അലിയുടെ ഈ ക്ഷണം നിരാകരിക്കാൻ എനിക്കൊരു കാരണവുമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അഭിമാനമായി ഇങ്ങനൊരു സൗധം, ഇങ്ങനൊരു സ്ഥാപനം, ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയതിൽ, ഇവിടെ സംഭാവന ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. യൂസഫ് അലി നമ്മുടെ അഭിമാനമാണ്. ലുലു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കൂടെ അഭിമാനമാണ്. ഈ ബ്രാൻഡ് സൃഷ്ടിച്ചത് യൂസഫ് അലിയാണ്. ലുലു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാം. പക്ഷെ അതിനേക്കാളും വലിയൊരു ബ്രാൻഡാണ് യൂസഫ് അലി ഹിംസെൽഫ്. ഈസ് എ ബിഗ് ബ്രാൻഡ്. കാരണം ലുലു എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ലുലു എന്ന് മനസ്സിലാവൂ. യൂസഫ് അലിയെ കണ്ടറിയാം നമുക്ക് യൂസഫ് അലിയാണ്. യൂസഫ് അലിയെ അറിയാത്ത ആൾക്കാർക്ക്, പക്ഷെ എന്നെ കുറേ പേര് അറിയുമെന്ന് ഞാൻ പലപ്പോഴും ഊറ്റം കൊള്ളാറുണ്ടെങ്കിലും എന്നെ അറിയാത്ത ഒത്തിരി ആൾക്കാർക്ക് യൂസഫ് അലി അറിയാം. അപ്പോൾ യൂസഫ് അലി തന്നെ ഒരു വലിയ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡാണ്, ബ്രാൻഡ് അംബാസിഡറാണ്. നമ്മുടെ കേരളവും മറ്റു രാജ്യങ്ങളും സംസ്ഥാനങ്ങളുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും അദ്ദേഹം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധി, എല്ലാവരുടെയും ബ്രാൻഡ്, എല്ലാവരുടെയും അംബാസിഡർ. ഈ സംരംഭം, ഈ സ്ഥാപനം, ഈ സൗധം, ഇവിടുത്തെ ഇത് അഭിമാനമായി ഉയർന്നു നിൽക്കട്ടെ. ഇനിയും കേരളത്തിൻ്റെ ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ, കേരളത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ, വ്യവസായ സംരംഭങ്ങളിൽ, കേരളത്തിലെ തൊഴിൽ ഇടങ്ങളിൽ യൂസഫ് അലി ഒരു വലിയ ബ്രാൻഡായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചുമ പേടിച്ച് ഞാൻ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. പത്മശ്രീ മമ്മൂട്ടി അവരുടെ വാക്കുകൾക്ക് നന്ദി. Shri G.R. Anil, Honorable Minister, Food and Civil Supplies and Consumer Affairs, Government of Kerala, is one of our distinguished guests of the day. Sir, may I request you to deliver your address. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നടന്നു വരുന്നത്. നമ്മുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വലിയ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ യൂസഫ് അലി തന്നെ പ്രസ്താവന നടത്തിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്. നമ്മുടെ നാട് ആ നിലയിലേക്ക് മാറുവാനും ഈ നാട്ടിൽ കൂടുതൽ വ്യവസായങ്ങൾ എത്തിച്ചേരുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ 10,000-ങ്ങൾക്ക് തൊഴിൽ നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു ഒരു തുടക്കം നമ്മുടെ നഗരത്തിൽ 10,000-ത്തോളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മറ്റൊരു സ്ഥാപനം കൂടി എത്തിച്ചേർന്നു എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനേറ്റവും മുൻകൈയെടുത്ത് രാജ്യത്തൊട്ടാകെയും ലോകത്തൊട്ടാകെയുള്ള മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ശ്രീ യൂസഫ് അലി തന്നെ നമ്മുടെ തലസ്ഥാനത്ത് ഇത്തരമൊരു സ്ഥാപനം സ്ഥാപിച്ചതിൽ മറ്റെല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഈ ധന്യമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിനും അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുക്കുന്ന ലുലു ഗ്രൂപ്പിന് അതിൻ്റെ CMD ശ്രീ
യൂസഫ് അലിക്കും അങ്ങേയറ്റ സന്തോഷത്തോടു കൂടി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Nani sir. Dr. Shashi Tharoor, Honorable MP who never fails to amaze us with his clarity of thoughts and choice of words, is one of our esteemed guests. Sir, kindly enlighten us with your words. It's a great delight to see this mall become reality. I had the pleasure of participating at the time that Ramesh Senithila laid the foundation stone with Mukhyamantri Shri Pinarayi Vijayan 5 years ago. And in many ways, the culmination of this project, led by the visionary imagination of Shri M.A. Yusuf Ali, has given us a world-class institution that our city truly needs. It's been something that has been an ambition of mine since becoming your representative as Member of Parliament, to ensure that more institutions are established in our capital city that will attract businesses and investments into our city. Recently, we had a company that had established itself in our technopark, that had grown and flourished in our technopark, but as they wanted to expand, they decided to put their top leaders in Bangalore because they said there is not enough in Thiruvananthapuram to attract their senior executives. That story must change, and this mall is a symbol and an embodiment of a new spirit of welcome. Your Excellency, I want to thank you for being here, and as the local Member of Parliament, let me add my welcome to you and my good friend Ahmed Al-Banna to come here, because you do testify by your own presence to the very close relationship between India and the UAE, and of course between Kerala and the UAE. Kerala's involvement in all aspects of the building up of the UAE has made us very proud and very close to you, and your own contribution, the importance you've given this project in the capital city of Kerala, is something that we are all very proud of. Thank you for being here. മുഖ്യമന്ത്രിയുടെ ഒരു ചെറിയൊരു വാക്ക് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിന് വേണ്ടി ഞാൻ നല്ല വാക്ക് പറയുമ്പോൾ ചിലവരത് രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിനെ നന്നാക്കണം. ഞാൻ പ്രതിനിധിത്വം കൊടുക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനം കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിലും കേരളം മൊത്തം ഒരു സംസ്ഥാനമായിട്ട് വി ആർ ഓപ്പൺ ഫോർ ബിസിനസ് ഒരു സന്ദേശം കൊടുക്കാൻ അത്യാവശ്യമാണ്. നമ്മൾക്കറിയാം, ഞാൻ ഐക്യരാജ്യസഭ വിട്ടിട്ട് നാട്ടിലേക്ക് വരുന്ന മുമ്പ് ഒരു 1.5 വർഷം മുഖ്യമന്ത്രിക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. പല മരുനാടൻ മലയാളികളും അന്താരാഷ്ട്രീയ മേഖലയിലത്തെ ഇൻവെസ്റ്റേഴ്സിനെയും കണ്ടിട്ട് കേരളത്തിലെ ഓരോരോ ഗുണം ഞാൻ സംസാരിക്കുമ്പോൾ അവസാനത്തിന് അവർക്ക് ഇവിടെ എത്താനുള്ള ധൈര്യം തോന്നിയില്ല. അവരെപ്പോഴും ഹർത്താലും സ്ട്രൈക്കുകളും സമരങ്ങളും പ്രശ്നങ്ങളും സംസാരിച്ചിട്ട് നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്ക് മാറും. തമിഴ്നാട്ടിൽ എത്ര ഗുണം കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും വ്യവസായങ്ങൾക്കുള്ള പരിസ്ഥിതിയും ശരിയല്ല എന്ന് ആൾക്കാർ പേടിച്ചിട്ട്. അതിനെ മാറ്റാൻ നമ്മളുടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു കാര്യമാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ സീരിയസ് ആയി എടുക്കുന്നു. കാരണം കേരളത്തിൽ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ ചരിത്രം ഇവിടെ രാഷ്ട്രീയം പറയുന്നൊരു വേദി അല്ലെങ്കിലും ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ അത്യാവശ്യമാണ്. ഈ ശ്രീ യൂസഫ് അലി സാർ കൊണ്ടുവന്ന 5000 തൊഴിൽ ഡയറക്റ്റും 5000 കൂടുതൽ ഇൻഡയറക്റ്റ് തൊഴിൽ നമ്മുടെ വന്നത്, അതൊക്കെ തിരുവനന്തപുരം നല്ല തന്നെ. പക്ഷേ ഇതുപോലെ നമുക്ക് എല്ലാ കാലത്തിലും നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് അയക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ ജോലി ഉണ്ടാക്കണം, ജനങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കണം നന്നാവാൻ. അതിനവർക്ക് ആവശ്യമുള്ളത് നിങ്ങളെല്ലാവർക്കും അറിയാം. വ്യവസായികൾക്ക് ധൈര്യത്തോടെ കേരളത്തിൽ വന്നിട്ട് അവർ പണമിറക്കാൻ അവർക്ക് ആ കോൺഫിഡൻസ് തോന്നണം. കേരള ഈസ് ഓപ്പൺ ഫോർ ബിസിനസ് എന്നൊരു സന്ദേശം നമ്മൾ അയക്കുകയാണ്. എല്ലാ പാർട്ടികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ വാക്കിൽ ഈ സന്ദേശം അയക്കണം. ഇന്നത്തെ ഈ ഉദ്ഘാടനം ഒരു തുടക്കമാവട്ടെ, ഒരു സിമ്പിളാവട്ടെ. കേരളത്തിൻ്റെ പ്രവർത്തന രീതി മാറണ്ട്. ജനങ്ങളിവിടെ വരൂ,
ധൈര്യത്തോടെ അവരെ സ്വീകരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ട്. മലയാളികൾക്ക് തൊഴിൽ ഉണ്ടാക്കൂ, അവസരങ്ങൾ ഉണ്ടാക്കൂ. ഒരേ സമയത്ത് യൂസുഫ് അലി ചെയ്ത പോലെ നിങ്ങൾക്ക് പ്രോസ്പർ ചെയ്യാൻ, ഫ്ലറിഷ് ചെയ്യാൻ അവസരങ്ങൾ കേരളം തരും. നിങ്ങളുടെ ഇടയിൽ ഓരോരോ തടസ്സങ്ങൾ കൊണ്ടുവരില്ല. ആ സന്ദേശം നമ്മളെല്ലാവർക്കും എത്തിക്കണം. നമ്മൾക്കറിയാം, ഒരു യൂസുഫ് അലി ഒരു മഹാൻ വ്യക്തിയാണ്. മമ്മൂട്ടി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ബ്രാൻഡാണ്. അദ്ദേഹം ബ്രാൻഡ് ഇന്ത്യയുടെ ഒരു വലിയ ഭാഗമാണ്, ലോകം മുഴുവൻ. പക്ഷെ ചെറിയ വ്യവസായികളോട് വരുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും നമ്മൾ ഓർക്കണം. നമ്മളെല്ലാവരും അറിയപ്പെടുന്ന, കേൾക്കുന്ന കഥകളാണ്. ആൾക്കാർ വരുന്നു, അവർ ലൈഫ് സേവിങ്സ് ഇറക്കുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു. ഓരോരോ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും സമരങ്ങളും നടന്നിട്ട് അവർ കരഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നാട് വിട്ടു പോകുന്നു. ആ കഥ ഇനി നമ്മൾക്ക് ഈ നാട് കേൾക്കാൻ പാടില്ല. ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീ യൂസുഫ് അലിക്ക് കാണിച്ചു കൊടുത്ത തുറന്ന വാതിൽ ഇനിയും ചെറിയ വ്യവസായികൾക്കും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ MSMEസിനും വലിയ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും നമ്മൾ അവസരം കൊടുത്തിട്ട് let us make Kerala truly a trailblazer in India once again. നമ്മൾ ഈ സ്ഥാപനത്തെ എടുത്തിട്ട് ഒരു ഉദാഹരണമായി കാണിച്ചു കൊടുത്തിട്ട് ഇനിയും let us get more companies to move to Trivandrum, bring more executives to Trivandrum, bring more businesses to Trivandrum and bring more jobs to Trivandrum. That's what we all need. Yusuf Ali Sahab, good luck to you. You keep us all very, very proud of you with your continuing achievements. May you prosper and flourish and continue to bring great credit to our people. You belong in the capital of Thiruvananthapuram. I'm glad you've achieved that. Wonderful. Thank you all. Nandi Namaskaram. Jai Hind. Thank you very much, sir, for your kind words. We are really happy to have our former Chief Minister, Shri Uman Chandi, with us here. So may I request you to bless us with your words. നമ്മളെല്ലാം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇരുന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലോകത്തെവിടെയുമുള്ള ഷോപ്പിംഗ് മാളുകളിൽ ഉള്ളതിനേക്കാൾ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഷോപ്പിംഗ് മാൾ നമ്മുടെ ഈ നാട്ടിലും വന്നിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ നാട്ടുകാരനായ ശ്രീ യൂസഫ് അലി നേതൃത്വം നൽകുന്ന ലുലു ഗ്രൂപ്പ് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ലോകോത്തര സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ അവസരം നൽകുന്നൊരു കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിംഗ് മാളുകൾ കേവലം ബിസിനസ് ട്രേഡ് രംഗത്ത് മാത്രമല്ല, അത് ടൂറിസത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ എറണാകുളത്തെ ഷോപ്പിംഗ് മാള് തുടങ്ങിയതിന് ശേഷമുള്ള അവസരങ്ങൾ ഞാൻ കണ്ടു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ, കുറച്ച് വീട്ടുകാർ കൂടി ബസ് പിടിച്ചു വരിക, നിരവധി ബസ്സുകൾ. അപ്പം ഷോപ്പിങ്ങിനോടൊപ്പം ടൂറിസവും വളരത്തക്ക വിധത്തിലുള്ള ആ സംവിധാനം, അത് അദ്ദേഹത്തിൻ്റെ ആ വിജയം സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായി രാജ്യസ്നേഹത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ലഭിക്കട്ടെ, കൂടുതൽ നേട്ടങ്ങൾ ആയി മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. The Deputy Leader of Opposition Kerala Legislative Assembly, Shri P.K. Kunyalikutty, is sharing our joy with his presence. Sir, may I request you to kindly deliver your address. എല്ലാവരും പറഞ്ഞത് വളരെ വലിയ ഒരു സത്യമാണ്. ലുലു ഒരു നഗരത്തിൽ വന്നാൽ, ഒരു സംസ്ഥാനത്ത് വന്നാൽ, അത് ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്നുണ്ട്. അനുഭവത്തിലുള്ളതാണ്, കണ്ടതാണ്. എത്രമാത്രം യൂസഫ് അലി സാഹിബിന് ഈ സ്റ്റേറ്റിനെ സഹായിക്കാൻ കഴിയും, ബഹുമാന്യ മുഖ്യമന്ത്രി അത് മെൻഷൻ ചെയ്തു, സഹായിക്കാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിൽ കണ്ടതാണ്. തൻ്റെ വളർച്ച കൊണ്ട് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അർഹരായ പലർക്കും ഗുണം ഉണ്ടാക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുന്ന
യൂസഫ് അലി സാഹിബിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള ഈ പ്രവേശം തീർച്ചയായും സമൂഹത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായ എല്ലാവരോടുമൊപ്പം ഈ മംഗളമുഹൂർത്തത്തിൽ ഏറെ സന്തോഷിക്കുന്നു. ബഹുമാനായ യൂസഫ് അലി സാഹിബിനും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിനും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. Nani, sir. Honorable Member of Parliament Shri Jose K. Mani is one of our esteemed guests. Sir, may I request you to speak on this occasion? ബിസിനസ്സും ജീവകാരുണ്യ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് യൂസഫ് അലി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ കീഴടക്കിയ ഒരു മലയാളിയാണ് യൂസഫ് അലി. പക്ഷേ യൂസഫ് അലിയെ കീഴടക്കിയത് മലയാളികളുടെ കണ്ണീരാണ്. അത് വിദേശത്താണെങ്കിലും പിറന്നു വീണ നാട്ടിൽ കേരളത്തിലാണെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് പ്രളയമാകട്ടെ, കൊടുങ്കാറ്റാകട്ടെ, രോഗമാകട്ടെ, അവിടെ ചോദിക്കാതെ പറയാതെ സഹായമായി എത്തുന്ന ഒരു വ്യക്തിയാണ് യൂസഫ് അലി. നമുക്കറിയാം, ഇന്ന് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ്മാൻ മലയാളികൾ വിദേശത്തുണ്ട്. അവിടെ സാമ്രാജ്യമുണ്ട്. പക്ഷെ യൂസഫ് അലി അവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് വിദേശത്ത് വ്യവസായ സാമ്രാജ്യമുണ്ടെങ്കിലും സ്വന്തം നാട്ടിൽ അതുപോലെ തന്നെയുള്ള സംരംഭം തുടങ്ങുക മാത്രമല്ല, ഒരു ബിസിനസ് എന്നതിനപ്പുറം വളരെയധികം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഇവിടെ സൂചിപ്പിച്ച പോലെ തൊഴിൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇന്ന് കേരളം ചിന്തിക്കുന്നത് എന്താണ്? ഇന്ന് യുവാക്കൾ ചിന്തിക്കുന്നത് സ്റ്റാർട്ടപ്പും സംരംഭവും അതുപോലെ തന്നെ പുതിയ ഓൺട്രപ്രണർഷിപ്പുമാണ്. ഇന്ന് യുവാക്കൾ ചിന്തിക്കുന്നത് എങ്ങനെ വേണം പുതിയ സാധ്യതകൾ, പുതിയ ആശയങ്ങൾ, അതുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കാൻ, ആർജിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ആരാകണം എന്നുള്ളതിന് വളരെയധികം ഉത്തരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആരെ പോലെ ആകണം എന്നുള്ളതിന് ഉത്തരം വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ പോലെ ആകണം എന്നുള്ളതിന് ഒരു ഇൻസ്പയറിംഗ് ആൻസർ, ഒരു ഇൻസ്പയറിംഗ് മോഡൽ അത് യൂസഫ് അലി ആണ് എന്ന് ഈ കേരള മണ്ഡലത്തിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂസഫ് അലി തൊട്ടതൊക്കെ പൊന്നായിട്ടുണ്ട്. ഈ അനന്തപുരിയിലും ഇന്ന് ആരംഭിച്ച ഈ സ്ഥാപനം, ഈ സംരംഭം പൊന്നായിട്ട് മാറട്ടെ. അത് മാറും. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ബഹുമാനപ്പെട്ട MLA-യും മുൻ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ സാന്നിധ്യം ഏറ്റവും സന്തോഷകരമാണ്. സദസ്യരെ സംബോധന ചെയ്യുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറാറുണ്ട്. ശ്രീ MA യൂസഫ് അലി വരുമ്പോൾ ചരിത്രം വഴിമാറുന്ന അപൂർവമായ ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചരിത്രം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമായി മാറിയിട്ടുള്ള ശ്രീ MA യൂസഫ് അലി എന്ന എൻ്റെ സഹോദരന് എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നത്, ദ ബെസ്റ്റ് അവൈലബിൾ ബ്രെയിൻസ് അദ്ദേഹം സ്വന്തമാക്കും. അദ്ദേഹത്തോടൊപ്പമുള്ള ടീം എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സലന്റ് ടീം അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളുടെയും പിറകിലുണ്ട്. നമ്മുടെ നാട്ടിൽ പണം നിക്ഷേപിക്കാൻ കഴിയുന്ന ആളുകൾക്കൊരു മോഡലായി അദ്ദേഹത്തെ നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയും. താൻ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ നല്ലൊരു അംശം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്.
മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും മനസ്സലിയുന്ന ഒരു ഹൃദയവും മനസ്സും അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് കൊണ്ട് മാത്രമാകുന്നില്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സുകൂടി ഉള്ളതുകൊണ്ടാണ്. ഞാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടിയോട് സതീശനോട് സംസാരിക്കുകയായിരുന്നു. ലോകത്തെ ഹെലികോപ്റ്റർ അപകടമുണ്ടായതിൽ 3 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ശ്രീ യൂസഫ് അലി അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ, അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തോട് ബന്ധമുള്ളവരും UAE-യിലും ലോക രാജ്യങ്ങളിലുള്ള നമ്മുടെ മലയാളികൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ 3 സുഹൃത്തുക്കൾ, 3 മുഖ്യമന്ത്രിമാർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചിട്ടുള്ള ആളുകൾ. എനിക്ക് അവരെ നേരിട്ട് അറിയാവുന്ന ആളാണ്. ഇത്രയും വലിയ പ്രാർത്ഥന ഒരു മനുഷ്യൻ ലഭിക്കുന്നത് നേരിൽ കാണാൻ, വായിച്ചറിയാൻ അവസരം കിട്ടിയ ഒരാളാണ്. കെട്ടിപ്പോകുന്ന ബിസിനസ് സാമ്രാജ്യം, അതിലൂടെ ഉണ്ടാകുന്ന കോടികൾ, അതിൻ്റെ നല്ലൊരു ശതമാനം നിരാലംബരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു മനസ്സുള്ള യൂസഫ് അലിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, വിജയങ്ങൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി സർ. Shri Kadagampalli Surendran, Honorable MLA and former Minister, Government of Kerala is with us. Sir, I would request you to kindly deliver your address. ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിലും അതിനേക്കാൾ ഉപരി ഈ സ്ഥാപനം, ഈ മഹാസ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമവാസി എന്നുള്ള നിലയിലും അതീവ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദമാണെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാനായിട്ട് സാധിക്കും. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓളം വരുന്ന ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ഇവിടെ ഒരു ജീവിതം ലഭിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ഈ നാട്ടുകാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലെമ്പാടും ഏത് പ്രദേശത്തുമുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിനെല്ലാം യൂസഫ് അലി സാഹിബിനെ സഹായിക്കുന്നത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള ഒരു കാഴ്ച തന്നെയാണ്. സമൂഹത്തെ എങ്ങനെ അദ്ദേഹം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം വലിയ വ്യവസായ പ്രമുഖനാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ വ്യാവസായിക സംരംഭങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഒരു വിശ്വപൗരനെന്നുള്ള നിലയിലേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉയർന്നു പൊങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ജീവികളോടുള്ള കരുണയും കരുതലും സ്നേഹവും വളരെ സജീവമായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പഴയതൊന്നും മറക്കുന്നില്ല, പുതിയതിനെ സ്വീകരിക്കുമ്പോഴും എന്നുള്ള ആ വലിയ മനസ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമെല്ലാം കാരണഭൂതമായിട്ട് മാറുന്നത്. സന്തോഷത്തിൻ്റെ പുതുലോകമെന്നാണ് ഈ മോളിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള പേര്. സന്തോഷത്തിൻ്റെ ഒരു പുതിയ ലോകം തന്നെ ഇവിടെ പിറക്കുകയാണ്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരട്ടെ. 10,000-ങ്ങൾക്ക് തൊഴിൽ സമ്പാദിക്കാനും വരുമാനമുണ്ടാക്കാനും കഴിയുന്ന മഹാസംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തോട് സ്നേഹമുള്ളവർക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ നല്ല സംരംഭത്തിന് ഒരിക്കൽ കൂടി നല്ല ആശംസകൾ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V. സുരേന്ദ്രൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. സദസ്സരെ സംബോധന ചെയ്യുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനവും യശസ്സും അന്യ സംസ്ഥാനങ്ങളിലും അന്യരാജ്യങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് ശ്രീ യൂസഫ് അലി എന്നുള്ളതുകൊണ്ടാണ് എല്ലാ മലയാളികളും അദ്ദേഹത്തിൻ്റെ ഓരോ സംരംഭത്തിലും അഭിമാനം കൊള്ളുന്നതും സന്തോഷിക്കുന്നു. മാറുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംരംഭമാണിപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനവും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവുമെല്ലാം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഇത്തരത്തിലുള്ള വലിയ വലിയ സംരംഭങ്ങൾ
നമ്മുടെ തിരുവനന്തപുരത്തും കേരളത്തിലും ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാനും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അതിൻ്റെ ഒരു അംശം ലഭിക്കുവാനും അദ്ദേഹം ദീർഘകാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും നമ്മുടെ മുഴുവൻ മലയാളികളുടെയും അഭിമാനമായിട്ട് ഉയരുകയാണ്. ഈ മാളും ഉജ്ജ്വലമായിട്ടുള്ള വിജയമായി തീരട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ലക്നൌവിലടക്കം പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭങ്ങൾ വരാൻ പോവുകയാണ്. കൂടുതൽ അദ്ദേഹത്തിന് വികസനം ഈ നാടിനെത്തിക്കാൻ, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വിജയിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാളിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. നന്ദി സർ. Now I request Mr. Suresh, Chairman of IBBG, to kindly say a few words before we go to the vote of thanks. What a great pleasure, honor and privilege for me to participate in this wonderful function of the inauguration of the Lulu Mall, which has also got the gold certification for the IGBC. I'm so happy the best possible team has come over there. The architect from Italy has been identified. I'm very happy. Very great. Padmashri Raghavendran, who has done the design, very happy he's here. So many wonderful things have come in this particular project. Rainwater harvesting, around of the order 5 million liters of water to be stored, covering 60% of all water. No groundwater to be tapped at all. Very major aspect that's being maintained over there. You are giving back to the ground energy, all the thing. And all the issues on water saving has come in a phenomenally large way, as 60% of water saving is what has been achieved as a result of that. All your wastewater is done by the state-of-the-art MBBR technology, by which all the sewage and sullage are recycled back and used for air conditioning water as well as flushing water and gardening. Not a single drop of water will go out from here. Zero liquid discharge. That's a unique person. Give them a big hand for that. It's a very major thing aspect. Waste management, 3 million tons of waste management coming over there every day coming over there. They got the complete recycling of the whole project to the waste to wealth and refuse to resource strategy, by which every drop of the waste coming here are utilized from here, and also the neighboring villagers who are agricultural people can take the composting in a very large way. These are days where the Surya Bhagavan is already blessing here, and is rightly utilizing that with about 562 kilowatt of renewable energy. 10% of the energy is coming from the solar energy, which is harnessed in a very big way, and that's a very important component with our whole agenda towards Vision 2030 and Vision 2050 for achieving more and more of renewable energy. It is an excellent example by which they have shown the greatness. And similarly is the use of the all the lighting installations which have been done with the LED and the best possible efficient green chillers in the air conditioning. They are able to have energy saving of the order about 22%. And that's, according to me, is a very major one. All the building material used are environment friendly, ecologically appropriate, energy saving, all are green products in a very, very large way. And Lulu's policy is what I like, a continuity for all the projects being done, be it the Calicut project or the Kottayam project or the new hotel project coming over there. Every one of them will be green, and he is a strong friend of our sustainable development agenda, and his best team is the example for that. And personally, I'm very happy you sitting next to the Chief Minister. We had the greatest pleasure of working together 25 years back to get the Cochin International Airport, where HUDCO funded that project, PPP. And now, recently, as part of the Chief Minister's Advisory Council, you and I have been there for the Rebuild Kerala program. We are very happy to be associated. Thank you very much for the opportunity given to us. And we are very happy to be associated with this wonderful project. Thank you so much. That was the Chairman of the Indian Green Building Council, Sri V. Suresh. Thank you, sir, for your kind words. Ladies and gentlemen, that brings us to the end of the grand inaugural function of Lulu Mall, Thiruvananthapuram. Once again, a big thank you to you all.